ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളങ്ങനെ കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലേക്ക് കടന്നു. വാവുട്ടി സ്ഥിരം പല്ലവി തന്നെ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് കാലത്ത് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവനെ ചീത്ത പറയുന്നുണ്ട്, എല്ലാ ദിവസവും നൂഡിൽസ് കഴിച്ച് അങ്ങനെ വയറ് ചീത്തയാക്കണ്ടെന്നൊക്കെ. പക്ഷെ അവൻ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ നടന്ന് വർത്താനം പറഞ്ഞിരിക്കണേ. അപ്പം അവനാണതെല്ലാം പൊട്ടിച്ചിട്ടത്. അപ്പോൾ ഞാനതൊന്ന് ഇടയ്ക്ക് നോക്കിയതാണ്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ഈസ്റ്റർ? ഞങ്ങൾ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചില്ല. ബീഫും മീനും മാത്രമേ വെച്ചുള്ളൂ. പിന്നെ ഈസ്റ്ററിൻ്റെ അന്ന് ലഞ്ച് ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു. നിങ്ങൾ കണ്ടായിരിക്കും അതിൻ്റെ വീഡിയോ. കിഴി പൊറോട്ട കഴിച്ചായിരുന്നു, പിന്നെ കപ്പയും പൊട്ടിയും കഴിച്ചായിരുന്നു. ഇനി അടുത്ത എൻ്റെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ നിറച്ച് വെക്കുന്നതാണ്. ഞാനിവിടെ കുക്കിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ റൈസ് ബ്രാൻ ഓയിലാണ്. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് കനോല ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കലാണ് വലിയൊരു പണി. സാധാരണ ഞാൻ കളയാറുണ്ട്, പക്ഷെ ഇന്നെന്താണാവോ എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. ഒരു തുള്ളി പോലും പോവാണ്ട് അങ്ങനെ ഞാൻ ഒഴിച്ചു വെച്ചു. ഇങ്ങനെ വലിയൊരു ക്യാൻ ഒരു 2 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 5 ലിറ്ററിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ടാണ് എപ്പോഴും വാങ്ങിക്കാം. അപ്പം നമുക്ക് ഈസിയാണ്, കുറച്ച് പൈസ ലാഭമുണ്ട്. അപ്പം ചെറിയ ഒരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കഴിയണതിനനുസരിച്ച് പകർത്തി വയ്ക്കും. അങ്ങനെ ഇന്നത്തെ വലിയൊരു ടാസ്ക് കഴിഞ്ഞു. ഞാനാണത് എപ്പോഴും ഒഴിച്ചു വയ്ക്കാറ്. ഇവിടെ ബാക്കി എല്ലാവരും കുക്ക് ചെയ്യുമ്പോൾ അതിങ്ങനെ എടുത്ത് തീർക്കും, ഞാനാണത് ഒഴിച്ചു വയ്ക്കുന്ന ആൾ. അപ്പം ആ വലിയ ബോട്ടിൽ ഞാനെടുത്ത് സ്റ്റോറിൽ കൊണ്ടുവയ്ക്കാനുള്ള പോക്കാണ് കണ്ടത്. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കാത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റോറിൽ എപ്പോഴും വയ്ക്കാം. അപ്പോൾ പിന്നെ അടുക്കള എപ്പോഴും ക്ലിയർ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും നിറച്ച് വെച്ച് അതങ്ങ് അടുക്കള ഫുള്ള് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നും. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ 2 ദിവസം ഓഫായത് കാരണം കൊണ്ടാണ് ഇങ്ങനെ അടുപ്പിച്ച് 2 വ്ളോഗ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കണു ഞാനിനി ഡെയിലി ഒരു വ്ളോഗ് ഇടാന്നുള്ള രീതിയിൽ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ കാലത്ത് തന്നെ ഞാനും പൊന്നൂസും നിൻ്റെ ആയിരുന്നു ഓട്സ് കഴിക്കാമെന്ന് വിചാരിച്ചേക്കണേ. ഔട്ടിക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഉണ്ടാക്കുന്നത്. അവനുണ്ടാക്കി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ തലമുടിയൊക്കെ കെട്ടി വന്ന് വിളിക്കും, അവൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്തതാണ്. അടുത്ത എൻ്റെ പരിപാടി എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഓട്സ് ഇട്ട് നന്നായി തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം വാവുട്ടിക്ക് എപ്പോഴും ആണെങ്കിലും കുറച്ച് ചാറോട് കൂടിയിട്ടാണ് നൂഡിൽസ് കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ അവനത് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയെടുത്ത് വെച്ചു. അപ്പോൾ അവന് ഫസ്റ്റ് തന്നെ കഴിക്കാമല്ലോ, അവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓഫായതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കാം. അവൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ അവന് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവന് സെറ്റാക്കിയിട്ട് കൊടുത്തു. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കുകയാണ് ഇതിനിടയ്ക്ക്, നിനക്ക് ഫോർക്കാണോ അതോ സ്പൂണാണോ വേണ്ടതെന്ന്. അപ്പോൾ അവൻ ഫോർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞാൻ കഴുകി അവന് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വന്ന് അവൻ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ കഴിച്ചോ പതുക്കെ, പക്ഷേ ചൂട് നോക്കിയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വാവുട്ടിക്ക് അത് എടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഓട്സ് തപ്പാനായിട്ടാണ് പോയത്. ഓട്സ് കഴിഞ്ഞ ദിവസം ഞാനൊരു പാത്രത്തിനകത്ത് എടുത്ത് വെച്ചായിരുന്നു. അപ്പം അത് എടുത്ത് നമ്മൾ പാൽ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഞാൻ നിങ്ങൾ ഓട്സ് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ ഞാനൊരു 9 സ്പൂണോളം ഓട്സാണ് ഞാൻ പാലിനകത്തോട്ട് ഇട്ടത്. ഞങ്ങൾക്ക് 3 പേർക്കും അത്രയും മതിയായിരുന്നു. അതിനുശേഷം ഞാനൊരു ആപ്പിള്, ഒരു 4 മുന്തിരി, ഒരു പഴം, ഇത്രയും സാധനങ്ങളാണ് ഞാൻ കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞ് എടുക്കാൻ വേണ്ടി വെച്ചേക്കണത്. അതിനിടയ്ക്ക് വാവട്ടി വന്ന് പറഞ്ഞു അവൻ്റെ നൂഡിൽസിനകത്ത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടാൻ പറഞ്ഞു. അങ്ങനെ ആ ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നതാണ് ഈ കാണുന്നത്. അവന് നൂഡിൽസ് കഴിക്കുമ്പോൾ വേറെ ഒന്നും അതിനകത്ത് ആഡ് ചെയ്യണത് ഇഷ്ടമില്ല. സബോളയോ അങ്ങനെ ഒന്നും ഇടുന്നത് ഇഷ്ടമില്ല. അവന് ജസ്റ്റ് അതിൻ്റെ പൊടികളും പിന്നെ കുറച്ച് ചീസും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് അവന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ചീസൊക്കെ ഞാൻ അവന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു. ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് അത് തിന്നാൻ ഇച്ചിരി കൊതി തോന്നി. അപ്പം ഞാൻ ആദ്യം അവനോട് ചോദിച്ചപ്പം അവനെനിക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ നല്ല ചൂട്. അപ്പോൾ പിന്നെ അവൻ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കി, ഒരു ഇച്ചിരി ഞാനെടുത്ത് കഴിച്ചു നോക്കി.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ. ആ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിപ്പം എന്തോ നല്ല ചീസി ഫ്ലേവറും കൂടി ആയപ്പം അടിപൊളി. അങ്ങനെ അവൻ്റെ കുറച്ച് നൂഡിൽസ് തന്നതിന് ശേഷം നോക്കിയപ്പം ഓട്സ് നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓട്സ് നന്നായി തിളച്ചതിന് ശേഷം ഞാൻ അതിനിടയ്ക്ക് പോയിട്ട് കുറച്ച് ആപ്പിളും മുന്തിരിയും നേരത്തെ എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് കുരുകുരാന്ന് അരിഞ്ഞെടുത്തു. ഈ ഓട്സ് നമ്മളെപ്പോഴും തിന്നുമ്പോൾ തന്നെ പാലൊഴിച്ച് തിന്നണേക്കാളും ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ അവർക്ക് 2 പേർക്കുള്ളത് മാറ്റി വെച്ചിട്ട് എനിക്കുള്ളത് കുഞ്ഞൊരു ഗ്ലാസ്സിലാക്കി. എനിക്ക് കുറേയൊന്നും വേണ്ടായിരുന്നു, എനിക്കൊരു ഇച്ചിരി മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഗ്ലാസ്സിനകത്തോട്ട് എൻ്റെ ഫ്രൂട്ട്സൊക്കെ കുരുവിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഹണി ഒഴിച്ചു. ഞാൻ സാധാരണ പാലിലോ ചായയിലോ ഇപ്പോൾ മധുരം അങ്ങനെ ഇടാറില്ല, പകരം ഹണിയാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഹണി ഒഴിച്ചിട്ട് ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് കുറച്ച് നേരം ഇന്നലെ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നിപ്പം ചൊവ്വാഴ്ച ബുധനാഴ്ച വരും. അപ്പം അതിന് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് അത്ര എഡിറ്റിംഗ് ഒന്നും അത്ര ആവശ്യമൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് നോക്കാം. കുറച്ച് വോയിസ് ഓവറൊക്കെ ചെയ്യാനുണ്ട് അതിനകത്ത്. അപ്പം അത് ചെയ്തിട്ട് വരാം. അപ്പം ഇത് ഫുള്ള് കഴിക്കാം. അങ്ങനെ നമുക്ക് ആ എഡിറ്റിങ്ങും തീർത്തിട്ട് വരാം. കുറച്ച് നേരം എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം എൻ്റെ ഏട്ടൻ മറ്റേ കുറച്ച് കല്ലുമ്മക്കായ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനന്ന് നാട്ടിൽ പോയ സമയത്താണ് അത് വാങ്ങിച്ചു വെച്ചത്. അത് ക്ലീൻ ചെയ്യാനുള്ള മടിക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്ത് അതും ഉണ്ടാക്കി വെച്ചു. എഡിറ്റിങ്ങൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടു നാളത്തേക്ക് വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ചോറുണ്ടാവും. ആ ഒരു നമ്മുടെ കല്ലുമ്മക്കായ അതിൻ്റെയാണ്, ഞാനത് വെച്ചു വേഗം. പിന്നെ കഴിഞ്ഞ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ചോറുണ്ടു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ തന്നെ പൊന്നൂസിനെയും വാവുട്ടീനെയും തലമുടി വെട്ടിക്കാൻ കൊണ്ടുപോയി. അവർക്ക് ഈ ആഴ്ച കൂടി അവർക്ക് സ്കൂൾ അവധിയാണ്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ക്ലാസ് തുടങ്ങും. പൊന്നൂസിൻ്റെ സ്കൂളിലാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. അവനങ്ങനെ ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ സ്റ്റൈല് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടും. അപ്പോൾ അതിവിടെ പുരികത്തുമ്പോൾ ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ മുടി വെട്ടിക്കളയണം, അങ്ങനെയൊക്കെ കുറേ ഇതുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഇവിടെ 2 പേരും കൂടി മുടി വെട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കാം. അപ്പോൾ ഞാൻ ചോറിൻ്റെ പാത്രം കഴുകി വെച്ചു. നാളത്തേക്ക് കുറച്ച് ചോറ് വെച്ചു. നാളെ മുതൽ പിന്നെ എനിക്കിനി ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ മുകളിൽ കുറച്ച് തുണി കിടക്കുന്നുണ്ട് മടക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് മടക്കാൻ പോവാം. ഞങ്ങൾ വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കാതിരിക്കുകയാണ്. ചോറും മീൻകറിയും. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഏട്ടൻ ഇന്നലെ തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ജിങ്കാന സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി വന്നേക്കാം. കുറച്ച് പേര് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേര് പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പിള്ളേർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞേ. അപ്പം കണ്ടിട്ട് വരാം. എന്താ വണ്ടി എനിക്ക് ഓക്കെ. അപ്പം അങ്ങനെ പടം കഴിഞ്ഞിറങ്ങി. നല്ല സിനിമയായിരുന്നു കേട്ടോ. കുറച്ച് നാൾക്ക് ശേഷം കുറെ ചിരിച്ചു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എല്ലാവരും ഭയങ്കര ചിരിയും കൈകൊട്ടൊക്കെ ആയിരുന്നു. എന്നെ ഇഷ്ടായാ? പൊന്നൂസിന് സിനിമ ഇഷ്ടായാ? പാവട്ടിക്കോ? ഇഷ്ടായി. അടിപൊളി. കുറെ ചിരിക്കാനുണ്ടായിരുന്നു. ചിരിക്കാനും പിന്നെ രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.